എല്ലാവർക്കും റെയിൽവേ വിസ്താനിക്കത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളെന്നാൽ ഒറ്റപ്പാലത്ത് നിന്ന് എറണാകുളം ടൗണിലേക്ക് 12626 ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ്സിന് 1 ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ്സിന്. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ വരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ കേരള എക്സ്പ്രസ് ആണ് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യണ കുറച്ച് സെക്കൻഡ് AC ആണ്. ദൂരത്തുനിന്ന് പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എറണാകുളം ടൗൺ വരെയാണ് യാത്ര ചെയ്തത്, ഒറ്റപ്പാലത്ത് നിന്ന് എറണാകുളം ടൗണിലേക്ക്. ഇതാ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിനല്ല, ബാഗ് 9 ആണ് കേട്ടോ കേസ്. അസൻസോൾ ലോക്കോ ഷെഡാണ്. അസൻസോള് ബാഗ് 9 ആണ് അസൻസോളിൻ്റെ. മൊത്തം അൺറിസർവ്ഡ് ആണ് കേട്ടോ. പാലക്കാട് കണ്ണൂർ സ്പെഷ്യലാണ്. ഇതാ റേക്ക് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. ഈ കോച്ചിൽ കുറേ പരസ്യം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കോച്ചിൽ ഇതാ ട്രെയിൻ എടുത്തു കേട്ടോ. ഹോൺ അടിച്ചു. ഇതെടുത്തു. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. നമ്മുടെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് For kind attention of passengers, train number 1266 New Delhi Thiruvananthapuram Kerala Express will arrive shortly on platform number 2. നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ 12626. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. കേരള എക്സ്പ്രസ് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. വാപ്പ് 7 ആണ് കേട്ടോ. എടുത്തു കേട്ടോ. അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ്. മൺസൂൺ വൈബ് ട്രെൻഡിങ് അതാണോ? അല്ല, റെയിനി വൈബ് അല്ല, റെയിൻ വൈബ്സ് ആയിട്ട്. സോറി, IL റെയിൽ വൈബ്സ്. റെയിൽ വൈബ്സ് വിത്ത് അങ്കിത്. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 73. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. എവിടെ സബ്സ്ക്രൈബ്? വീഡിയോ വരുമ്പോൾ കാണാൻ പറ്റുമല്ലോ അല്ലേ? ലേറ്റസ്റ്റ് പേരെടുത്ത് തുടങ്ങിയിട്ടാ ഗെയ്സ്. അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ് ഗെയ്സ്. ഈ ലൈനാണ് കേട്ടോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണത്. നമ്മൾ അങ്ങോട്ട് കയറില്ല, നമ്മൾ ബൈപ്പാസ് ലൈൻ വഴിയാണ് പോവുക. ഇത് ഷൊർണൂർ കോയമ്പത്തൂർ മെമു ആണ് കേട്ടോ. ഇത് ഷൊർണൂരിൽ നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. ഗെയ്സ് ഭാരതപ്പുഴ എത്തിയിട്ടോ.
നഗർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി അതൊക്കെ ട്രെയിൻ വരാനാണ് കേട്ടോ. ഗേസ് ഇവിടെ ട്രേ ടേബിൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ റീഡിംഗ് ലൈറ്റ് ഉണ്ട്. ഗേസ് ഇതാ ഒരു ട്രെയിൻ കേട്ടോ. പോയ ട്രെയിൻ ഏതാന്ന് മനസ്സിലായില്ല. ഭയങ്കര സ്പീഡിലായിരുന്നു പോയെ. മനസ്സിലായില്ല ഏതാ ട്രെയിൻ. നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട് ട്രെയിന്. ഇതാ അടുത്ത ട്രെയിന്. ഇത് അത് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് കേട്ടോ. എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോണ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് തോന്നുന്നു. തൃശ്ശൂർ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 2 പ്ലാറ്റ്ഫോമാണ് ഈ സ്റ്റേഷനുള്ളത്. ഈ ഒരു സ്റ്റേഷൻ്റെ നടുക്കായിട്ട് ലെവൽ ക്രോസ് ഉണ്ട് കേട്ടോ. പൂങ്കുന്നത്തിൻ്റെ അടുത്താണ് വടക്കനാഥൻ ടെമ്പിള്. ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ടതാണ്. തൃശ്ശൂർ കുടമാറ്റത്തെ പറ്റി പറയാം. ഗേസ് തൃശ്ശൂരിൻ്റെ പഴയ പേര് തൃശ്ശൂർ പേരൂർ എന്നാണ് കേട്ടോ. ഇതാ തൃശ്ശൂരെത്തി. നമ്മൾ വന്ന 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ. ഇതാ തൃശ്ശൂരെത്തി. ഇവിടെ ടോട്ടല് 4 പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് TCR എന്നാണ് കേട്ടോ. ഇത് അപ്പുറത്തായിട്ട് ഗുഡ്സ് നിൽക്കുന്നുണ്ട്. ഇവിടെ 2-4 മിനിറ്റൊക്കെ സ്റ്റോപ്പ് ഉണ്ട് കേരള എക്സ്പ്രസ്സിന്. നമ്മൾ എറണാകുളം ടൗണിൽ 4:50 എത്തുക. ഇതാ തൃശ്ശൂരിൽ നിന്ന് എടുത്തു കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് ഗേസ് ഞങ്ങളുടെ സീറ്റ് 1 കേട്ടോ. ഇതാ അവിടെ ട്രെയിൻ നിൽക്കുന്നുണ്ട് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ. റേക്ഷേർക്കുള്ള ട്രെയിനാണ് കേട്ടോ. അല്ലെങ്കിൽ സത്യമാണ് ഇപ്പൊ തെറ്റിപ്പോയെന്ന് പറയാം. चाय कॉफी बोलो, चाय कॉफी गर्मा गर्म चाय कॉफी. ലൈവാണ്. അവിടെ ഒരു കറവുണ്ട് കേട്ടോ. നല്ല കറവാണ്. കൊല്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ഒരു ഗുഡ്സ് ഉണ്ട്. ഞങ്ങളുടെ യാത്രയിൽ പരിചയപ്പെട്ട മാമൻ ഏട്ടനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ഷട്ടിലിനെ കുറിച്ച്. ഈ മാമൻ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ വിത്ത് സുനിൽ ജേക്കബ് പറഞ്ഞിട്ട്. എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. എല്ലാവർക്കും പൂജ ആശംസകൾ. അത് ചാലക്കുടി റിവറായിരുന്നു കേട്ടോ. ചാലക്കുടി റിവർ. ഡിവൈൻ നഗർ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോവാണ് കേട്ടോ. ഡിവൈൻ നഗറാണ് ഗേസ്. ഇവിടെ ഇട്ടതാ ബാഡ്സ്മാൻ ഞാൻ നോക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കരിക്കുട്ടി എത്തി. ഞാൻ GPS ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആലുവയും കൂടിയാണ് കേട്ടോ സ്റ്റോപ്പ്. പിന്നെ നമ്മൾ എറണാകുളം ടൗണെത്തി. ഈ ട്രെയിൻ തിരുവനന്തപുരം വരെയാണുള്ളത്. പിന്നെ വൈക്കം റോഡ്, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം, വർക്കല, ശിവഗിരി, തിരുവനന്തപുരം പേട്ട, തിരുവനന്തപുരം സെൻട്രൽ. ഇത്ര സ്റ്റോപ്സാണുള്ളത് കേട്ടോ നമ്മുടെ ട്രെയിനിന്. ഇതാ വേനാട് എക്സ്പ്രസ് കേട്ടോ. ഷൊർണൂർ തിരുവനന്തപുരം വേനാട് എക്സ്പ്രസ്.
നമ്മൾ വരാൻ വേണ്ടി പിടിച്ചു നിർത്തിയതാ കേട്ടോ. വയനാട് എക്സ്പ്രസ് ആണ്. ഇത് കഴിയില്ലല്ലോ, എന്തോ ഷൊർണൂർ തിരുവനന്തപുരം വയനാട് എക്സ്പ്രസ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഈ കാണുന്നത്. അവിടെ ഫ്ലൈറ്റ് ഇതാണ് കേട്ടോ പെരിയാർ റിവർ. ആലുവത്തി കേട്ടോ, ആലുവത്തറ ആലുവ ശിവക്ഷേത്ര അമ്പലം ഇവിടെ ഉണ്ടോ ആലുവയില്. അതിനോട് വിഷ്വൽ കാണിക്കണം, എന്നിട്ട് ചെറിയ പാട്ടും കൂടെ ഇട്ടുണ്ട്. അങ്ങനെയാണ് ആലുവ എത്തി കേട്ടോ. അവിടെ ഇട്ട് പേ പാർക്കിംഗ് ഉണ്ട്. ഓരോരോ റെയിൽവേ സ്റ്റേഷന് ഭയങ്കര സൗകര്യങ്ങളാണ്. നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് AWY എന്നാണ്. ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെയോ ട്രെയിൻ വരാനുണ്ട്, ഭയങ്കര തിരക്കുണ്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ. ഏതൊക്കെയോ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ. എനിക്ക് തോന്നുന്നു അത് തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണെന്നാണ്. ഗേസ് ഇത് തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ആണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലുള്ളത്. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ്. നല്ല തിരക്കുണ്ട് കേട്ടോ ജനറലിൽ കയറാൻ. റണ്ണിങ് ടൈം 49 മണിക്കൂർ 15 മിനിറ്റാണ് കേട്ടോ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിൻ്റെ. എടുത്തു കേട്ടോ. അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഡെസ്റ്റിനേഷനാണ് എറണാകുളം ടൗൺ. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് പോലത്തെ ഒരു സംഭവം കിടക്കുന്നുണ്ട് കേട്ടോ. സ്പീഡിൽ
ഗേസ് നമ്മുടെ ട്രെയിനിൻ്റെ റണ്ണിങ് ടൈം 41 മണിക്കൂർ 49 മണിക്കൂർ 40 മിനിറ്റാണ്. പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ ടോട്ടൽ കിലോമീറ്റേഴ്സ് ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഡിസ്റ്റൻസ് 3031 കിലോമീറ്ററാണ് കേട്ടോ. ഇത് ആലുവയിൽ നിന്ന് വിട്ടു. ഇനി 16 കിലോമീറ്റർ അടുത്ത സ്റ്റോപ്പിൽ 16 കിലോമീറ്റർ. മെട്രോൻ്റെ കൊച്ചി മെട്രോൻ്റെ ലൈൻ കൊച്ചി മെട്രോൻ്റെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കളമശ്ശേരി. കളമശ്ശേരി സ്കിപ്പ് ചെയ്ത് പോവാണ് കേട്ടോ. ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാൻ കിഡിലൻ റെയിൽവേ സ്റ്റേഷനാണ് കളമശ്ശേരി. ട്രെയിൻ സ്പോട്ടിൽ എത്തിട്ടോ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇനിയും 5 കിലോമീറ്റർ എറണാകുളം ടൗണിലേക്ക്. ആലപ്പുഴ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ആലപ്പുഴ MGR ചെന്നൈ സെൻട്രൽ 28 കോടി കിട്ടി. ആ 28 കോടി എറണാകുളം ടൗണിലെത്തി നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരതായിരിക്കും. അതെല്ലാവർക്കും ബൈ ബൈ.